എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഗവൺമെൻറ്റിൽ നിന്ന് സൗജന്യമായിട്ട് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്ന കാർഡുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഏകദേശം 14 വർഷങ്ങൾക്ക് മുമ്പാണ് സർക്കാർ ഇങ്ങനെ ഒരു കാർഡുമായി ബന്ധപ്പെടുത്തി പുറത്തിറക്കുന്നത്. നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന രൂപത്തിലുള്ള കാർഡായിരുന്നു അന്ന് നിലവിലുണ്ടായിരുന്നത്. ചിപ്പിൻ്റെ രൂപത്തിലുള്ള ഒരു ഘടനയും കൂടെ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തിൽ ഒരാളുടെ ഫോട്ടോ പതിച്ച 5 ആളുകൾക്ക് ആനുകൂല്യം ലഭിക്കുന്ന രൂപത്തിലാണ് അന്ന് കാർഡ് ഉണ്ടായിരുന്നത്. അതിനുശേഷം തുടർച്ചയായിട്ട് 8 വർഷത്തോളം ഈ കാർഡ് പുതുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. തുടക്ക സമയങ്ങളിൽ ഒരുപാട് ആളുകൾക്ക് ഈ കാർഡ് ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് വർഷാവർഷം പുതുക്കുന്നതിൽ പല ആളുകളും പരാജയപ്പെട്ടതിനാൽ നമുക്ക് പല കുടുംബങ്ങൾക്കും ഈ ആനുകൂല്യങ്ങളിൽ നിന്ന് പുറത്തായി. അതിനുശേഷം 2017, 2018 കാലഘട്ടങ്ങളിലാണ് ഇതിൻ്റെ അവസാനമായിട്ട് പുതുക്കൽ നടന്നത്. അല്ലെങ്കിൽ വ്യക്തികൾക്ക് കുടുംബത്തിൽ നിന്നും 5 അംഗങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യത്തിൻ്റെ രൂപത്തിലുള്ള കാർഡാണ് വന്നത്. അതിനുശേഷം ഓരോ വ്യക്തിക്കും ഓരോ കാർഡ് വെച്ച് ലഭിച്ചു. ആധാർ അധിഷ്ഠിതമായിട്ടാണ് അന്ന് ആ കാർഡ് ചെയ്തിരുന്നത്. അന്ന് പക്ഷേ നമ്മൾ അതിൻ്റെ ക്യാമ്പിൽ പോയി വിരൽ പതിപ്പിച്ച് കാർഡുകൾ എടുക്കുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. കറക്റ്റായി 2018 വരെ പുതുക്കിയ ആളുകൾക്ക് മാത്രമാണ് അന്നിത് ചെയ്യുവാൻ സാധിച്ചത്. പിന്നീട് ഇതിൽ പല അപ്ഡേഷനും വന്നിരുന്നുവെങ്കിലും ഇപ്പോൾ നമുക്ക് നിലവിൽ കാർഡ് എടുക്കാൻ സാധിച്ചിരുന്നില്ല. ഇപ്പോൾ നമുക്ക് കഴിയുന്ന ഏക മാർഗമെന്ന് പറയുന്നത് 70 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഇത് പുതിയതെടുക്കുവാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ റേഷൻ കാർഡിൽ പേരുള്ള 70 വയസ്സ് കഴിഞ്ഞ ആളുകളുണ്ടെങ്കിൽ അവർക്കിത് പുതിയതെടുക്കുവാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ആനുകൂല്യങ്ങൾ ഇപ്പോൾ ലഭിച്ചു തുടങ്ങുന്നതാണ്. പിന്നീട് അതിനുള്ള അവസരം എന്തെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ 2017, 2018 കാലഘട്ടങ്ങളിൽ ഓരോ വ്യക്തിക്കും കാർഡ് ലഭിച്ചുവെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആ സമയങ്ങളിൽ കാർഡ് ലഭിച്ച വ്യക്തികളുടെ പേരിൽ റേഷൻ കാർഡുകൾ, അതോടൊപ്പം തന്നെ റേഷൻ കാർഡിൽ പേരുള്ള ആളുകൾക്കും ഈ കാർഡിൻ്റെ ആനുകൂല്യം ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ആ വ്യക്തിയും ഏത് വ്യക്തിക്കാണോ സ്വന്തം ഫോട്ടോയുള്ള ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന രൂപത്തിലുള്ള കാർഡുള്ളത് ആ വ്യക്തിയും റേഷൻ കാർഡിൽ പേരുള്ള മറ്റു വ്യക്തികൾക്കും റേഷൻ കാർഡുമായി ചെന്ന് കഴിഞ്ഞാൽ അവർക്കിത് സൈറ്റ് ഓപ്പണാക്കി അവരുടെ ഫിംഗർ വെച്ച് ഓപ്പൺ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം മറ്റാളുകളെയും ഇതിലേക്ക് ചേർക്കുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ചേർക്കുന്ന ആളുകൾക്ക് വ്യക്തിഗത കാർഡ് ലഭിക്കുന്നതാണ്. അത് നമുക്ക് പിന്നീട് ഡൗൺലോഡ് ചെയ്ത് എടുക്കുവാനും സാധിക്കുന്നുണ്ട്. അല്ലാതെ ഇപ്പോൾ ഇത് പുതിയ കാർഡ് എടുക്കുവാനോ അല്ലെങ്കിൽ പുതിയത് ചേർക്കുവാനോ സാധിക്കുന്നില്ല. ഇങ്ങനെ ഒരു അവസരം മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്. പക്ഷേ ഇതിൽ ഇപ്പോൾ അടുത്തൊരു അപ്ഡേഷനായിട്ട് വരുന്നത് മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുള്ള എല്ലാ ആളുകൾക്കും ഈ കാർഡിൻ്റെ ആനുകൂല്യം ലഭിക്കുമെന്നുള്ള ഒരു അറിയിപ്പുമായിട്ട് വരുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മളിത് റെഡിയായി നിൽക്കുക എന്നുള്ളതാണ് നമുക്ക് പറയുവാൻ സാധിക്കുന്നത്. നമ്മുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് നമുക്ക് ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാർഡ് അപ്ഡേറ്റ് ചെയ്ത് എടുക്കുവാൻ സാധിക്കുന്നതാണ്. എല്ലാ കാർഡുകളും പ്രധാനമായിട്ടും വരുന്നത് ആധാർ കാർഡ് അധിഷ്ഠിതമായിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആധാർ കാർഡും എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വയ്ക്കുക. ഒരുപക്ഷെ ഇപ്പോൾ നമ്മൾ പറയുന്നത് പോലെ ചുവപ്പ് മഞ്ഞ റേഷൻ കാർഡിൽ നിന്നുള്ള ആനുകൂല്യം ലഭിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് പുതിയ കാർഡ് എടുക്കുവാനുള്ള ഒരു അവസരം വരികയാണെങ്കിൽ ആ സമയങ്ങളിൽ നമുക്ക് എടുക്കുവാൻ സാധിക്കാതെ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. പല ആളുകൾക്കും അതിന് കാരണം നമ്മുടെ ആധാർ കാർഡ് റെഡിയല്ല എന്നുള്ളതാണ്. നമ്മുടെ പേര്, നെയിം, അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോ, ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ, അഡ്രസ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് ചെയ്യുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആധാർ കാർഡ് നിർബന്ധമായിട്ടും നമ്മൾ കൃത്യമായിട്ട് ക്ലിയറാക്കി വയ്ക്കുക. ഇനി അതിന് മാത്രമല്ല, നമുക്ക് പെൻഷൻ സംബന്ധമായിട്ടുള്ള മസ്റ്ററിങ് കാര്യങ്ങൾക്കും അതുപോലെ തന്നെ ആധാർ അധിഷ്ഠിതമായിട്ട് സർക്കാരിന് ലഭിക്കുന്ന ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. ആധാറിലെ പേര് കറക്റ്റായിട്ട് വയ്ക്കുക. 2 വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ ഫോട്ടോ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. നമ്മൾ പല പ്രാവശ്യം ആധാർ കാർഡിൽ തെറ്റ് തിരുത്താൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോട്ടോ ചില ആളുകൾ പഴയ ഫോട്ടോ തന്നെ ആയിരിക്കും. അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആധാർ കാർഡിൽ 2 വർഷത്തിൽ കൂടുതലെങ്കിലും അല്ലെങ്കിൽ 2 വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുവാൻ ശ്രമിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഫോൺ നമ്പർ നമ്മുടെ കൈവശം വയ്ക്കുന്ന ഫോൺ നമ്പർ ആണെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, വിദേശത്ത് യാത്രയൊക്കെ പോയിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ അവരുടെ ഫോൺ നമ്പറായിരിക്കും നമ്മുടെ ആധാർ നമ്പറിൽ കൊടുത്തിട്ടുള്ളത്. അക്കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിച്ച് ആധാർ കാർഡ് ഒന്ന് ക്ലിയർ ചെയ്ത് വയ്ക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഇമെയിൽ ID കൂടെ നമുക്ക് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ആധാർ OTP ഇമെയിൽ ID യിലേക്ക് നമുക്ക് വരുന്നതാണ്.
പ്രവാസികൾ ചിലപ്പോൾ നമ്മൾ ആ സിം ഉപയോഗിക്കാറില്ല, അല്ലെങ്കിൽ ആ സിം ചിലപ്പോൾ റേഞ്ച് ലഭിക്കാറില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് അതിൽ ഉണ്ടായിരിക്കുക. നമ്മൾ കൊടുക്കുന്ന ഇമെയിൽ ഐ ഡിയിലേക്കൂടെ OTP വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അക്ഷയയിൽ പോകുന്ന സമയത്ത് നമുക്ക് ഫോട്ടോ മാറുവാൻ ശ്രമിക്കേണ്ടതാണ്. നമ്മുടെ ഫോൺ നമ്പർ മാറുമ്പോൾ കൃത്യമായിട്ടുള്ള ഫോൺ നമ്പർ തന്നെ കൊടുക്കുവാൻ ശ്രമിക്കുക. ഇമെയിൽ ഐ ഡി കൂടെ കൂടിച്ചേർക്കുക. നമ്മുടെ പേര്, അഡ്രസ്സ് എന്നിവ കറക്റ്റായിട്ട് വയ്ക്കുക. എന്നാൽ നമുക്ക് ഇങ്ങനെയുള്ള അവസരങ്ങൾ ഒരുപാട് ഉപയോഗം നമുക്ക് സഹായകരമായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.